ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡിഫാൾട്ട് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് ആണ്. സോ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ES6ൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാരാമീറ്റേഴ്സിന് നമുക്ക് ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ കൊടുക്കാൻ സാധിക്കും. സോ നമ്മളൊരു വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ, ആർഗ്യുമെൻറ്റ് നമ്മൾ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഈ ഒരു ഡിഫാൾട്ട് വാല്യൂ ഉപയോഗിക്കുന്നതായിരിക്കും. സോ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡിൽ വന്ന ശേഷം നമ്മളിവിടെ ഡിഫാൾട്ട് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ്. സോ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫംഗ്ഷൻ കൊടുക്കുന്നു, അതിന് ശേഷം ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുന്നു, നമ്മളിവിടെ ആഡ് എന്ന് കൊടുക്കുന്നു, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ രണ്ട് പാരാമീറ്ററാണ് കൊടുക്കുന്നത്, A, B. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ രണ്ട് വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സോ നമ്മളുടെ കൺസോൾ ഡോട്ട് ലോഗ് എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കൂട്ടിയതിന് ശേഷം അത് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മുടെ കൺസോൾ A+B എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാധാരണ പാരാമീറ്റേഴ്സ് ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആഡ് നമ്മളിതുപോലെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മുടെ വാല്യൂ പാസ് ചെയ്യും. സോ ഞാനിവിടെ 10,20 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 30 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. കാരണം നമ്മൾ 10,20 നമ്മൾ ആർഗ്യുമെൻ്റായി പാസ് ചെയ്തു, അത് ഫംഗ്ഷനിൽ റിസീവ് ചെയ്തു, ഫംഗ്ഷനിൽ റിസീവ് ചെയ്ത ശേഷം അത് നമ്മളിവിടെ ഉപയോഗിച്ചു. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ഇനി നമ്മൾ വാല്യൂ പാസ് ചെയ്തില്ലെങ്കിൽ, ഉദാഹരണമായി നമ്മളിവിടെ വാല്യൂ പാസ് ചെയ്യുന്നില്ല, നമ്മൾ ഫംഗ്ഷൻ മാത്രം കോൾ ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ടും ലഭിക്കുന്നതായിരിക്കില്ല. ഓക്കെ, സോ നമുക്കിവിടെ ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത് നാൻ ആണ്, അതായത് നോട്ട് എ നമ്പർ എന്ന് പറയുന്ന റിസൾട്ടാണ് ലഭിക്കുന്നത്. കാരണം നമ്മൾ യാതൊരു വാല്യൂ പാസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു റിസൾട്ടും അതിൽ നിന്ന് ലഭിക്കുന്നില്ല. ഉദാഹരണമായി ഞാനിവിടെ വാല്യൂ പാസ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ കൊടുക്കാം. സോ ഞാനിവിടെ A=10 എന്നതുപോലെ കൊടുക്കുന്നു, അതുപോലെ B=20, A=10 ഇവിടെ 10 എന്ന് കൊടുക്കാം, A=10, B=20. സോ ഇങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിഫാൾട്ട് ഫംഗ്ഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പാരാമീറ്ററിൻ്റെ വാല്യൂ നമ്മൾ 10,20 ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 30 ലഭിക്കും. സോ ഇപ്പോൾ നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻറ്റ് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടില്ല. ഇനി ഉദാഹരണമായി ഞാനിവിടെ 100, അതുപോലെ 200 സേവ് ചെയ്യാം. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഇപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂ പാസ് ചെയ്താൽ നമുക്ക് ആ വാല്യൂയുടെ റിസൾട്ട് ലഭിക്കും. വാല്യൂ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ഡിഫാൾട്ട് വാല്യൂ, നമ്മൾ ഡിഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പാരാമീറ്ററിലെ വാല്യൂ നമുക്ക് ലഭിക്കും. സോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. സോ നമ്മളിവിടെ ഇതിനുള്ളിൽ വാല്യൂ ഒന്നും കൊടുക്കാതെ നമ്മൾ റൺ ചെയ്യുന്നു. സോ ആദ്യത്തെ നമുക്ക് 300 ലഭിക്കണം, രണ്ടാമത്തെ നമുക്ക് 30 ലഭിക്കണം. സോ ആദ്യത്തെ നമ്മൾ വാല്യൂ പാസ് ചെയ്തിരുന്നു, അതുകൊണ്ട് നമുക്ക് 300 ലഭിച്ചു. രണ്ടാമത് നമ്മൾ വാല്യൂ പാസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിനുള്ളിലെ ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ, നമുക്ക് പാരാമീറ്ററിന് കൊടുത്ത ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ ലഭിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ 100 മാത്രം കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതുപോലെ നമുക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ ഇവിടെ 120 ലഭിക്കും. കാരണം നമ്മൾ 100ൻ്റെ വാല്യൂ, ഒരു വാല്യൂ മാത്രം പാസ് ചെയ്തു, അത് A എന്ന് പറയുന്ന പാരാമീറ്ററിലോട്ട് പോകുന്നതായിരിക്കും. ബാക്കിയുള്ള 20 Bയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും പാരാമീറ്റർ വാല്യൂ പാസ് ചെയ്യാം. സോ ഇല്ലാത്ത പാരാമീറ്ററിൻ്റെ വാല്യൂ, ഡിഫാൾട്ട് വാല്യൂ നമ്മുടെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഇതുപോലെയാണ് മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഫംഗ്ഷൻ സൈൻ ഇൻ. ഓക്കെ, സൈൻ ഇൻ. സോ നമ്മൾ യൂസർ എന്ന് പറയുന്ന വാല്യൂ പാരാമീറ്റർ, അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഗസ്റ്റ് എന്ന് കൊടുക്കുന്നു, ഗസ്റ്റ്. ഓക്കെ, സോ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് നമുക്കിവിടെ വെൽക്കം നമുക്കിവിടെ യൂസർ എന്ന് കൊടുക്കാം, വെൽക്കം പ്ലസ് യൂസർ. ഓക്കെ, സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, സൈൻ ഇൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, സൈൻ ഇൻ. ഓക്കെ, സോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെൽക്കം ഗസ്റ്റ് എന്നായിരിക്കും ലഭിക്കുക. ഓക്കെ, വെൽക്കം ഗസ്റ്റ് എന്ന് ലഭിക്കുന്നു. ഓക്കെ, വെൽക്കം ഗസ്റ്റ് എന്ന് ലഭിക്കുന്നു. ഇനി നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ, ഉദാഹരണമായി ഞാനിവിടെ താഴോട്ട് ഈ ഫംഗ്ഷൻ കോപ്പി ചെയ്യുന്നു. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പേരിവിടെ നമ്മൾ പാസ് ചെയ്യുന്നു. ഓക്കെ, വാല്യൂ പീറ്റർ. സേവ് ചെയ്യാം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേൽ വെൽക്കം ഗസ്റ്റ് ലഭിക്കുന്നു. സോ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വെൽക്കം ഗസ്റ്റ് ലഭിക്കുന്നു. നമ്മൾ സൈൻ ഇൻ ചെയ്താൽ നമ്മുടെ പേര്, നമ്മൾ പാസ് ചെയ്ത ആ ഒരു പേര് നമുക്ക് ലഭിക്കുന്നു, വെൽക്കം പീറ്റർ.
സോ ഇതാണ് ഡിഫാൾട്ട് ഫംഗ്ഷൻ പാരാമീറ്റർ. സോ നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫംഗ്ഷനിൽ പാരാമീറ്ററിന് ഡിഫാൾട്ട് ആയിട്ടുള്ള വാല്യൂ കൊടുക്കാൻ സാധിക്കും. സോ നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഡിഫാൾട്ട് വാല്യൂ നമ്മുടെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതായിരിക്കും.